വെരി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഷോപ്പ് റൂട്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇടുക്കി പോണേണ് അടിമാലിയിൽ. വേറെ ഒന്നുമല്ല, ചെറിയൊരു പ്ലഗ് കിട്ടി. അതായത് നമ്മളൊരു 2 ദിവസം മുമ്പ് ഒന്ന് കുഞ്ഞിത്തന്നി വരെ പോയതാണ്. കുഞ്ഞിത്തന്നി എത്തുന്ന മുമ്പ് നമ്മളുടെ നെക്സോൺ നമ്മുടെ വണ്ടിയിൽ ഈ വീൽ ബെയറിങ്ങിൽ ചെറിയൊരു പ്രശ്നം കാണിച്ചു. ചെറിയ പ്രശ്നമാണത്, വലിയ സീനൊന്നുമല്ല. പക്ഷേ ഈ വണ്ടി ഊരാനുള്ള അലോയ്സ് ഊരാനുള്ള ഒരു സാധനം അറിയാലോ, ഒരു ബോക്സ് ഉണ്ടല്ലോ. ആ ബോക്സ് വണ്ടിക്കകത്ത് എപ്പോഴും ഇട്ട് വെച്ചാണ്. ഏതൊരു സർവീസ് ടൈമിൽ അത് ആരും അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. അടിച്ചു മാറ്റിയ ആരാണ് ഈ വീഡിയോ കാണണമെങ്കിൽ നല്ല മാത്രം വരുത്താൻ പ്രാർത്ഥിക്കണം. കാരണം വേറെ ഒന്നുമല്ല, ആ സാധനം ഇല്ലാത്തതുകൊണ്ട് അലോയ്സ് ഊരാൻ പറ്റിയില്ല. ഇത് ഊരിയാൽ മാത്രമേ ആ ബെയറിങ് മാറാൻ പറ്റുള്ളൂ. ചെറിയ സീനാണ്, പക്ഷേ അതിന് വേണ്ടിയിട്ട് വണ്ടിയിലിട്ട് എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം കൊച്ചിയിൽ വന്ന് എറണാകുളത്ത് വന്ന് ഇപ്പോൾ ഈ സാധനമായിട്ട് പിന്നെ ഇടുക്കിക്ക് പോകണം, അടിമാലിക്ക് പോകണം ഞങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല പ്ലഗ്ഗാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ ഞാൻ റോമേട്ട് തന്നെ പോകണം, വേറെ ആരും ഇല്ല വരാനായിട്ട്. അപ്പോൾ അങ്ങനെ പോകണമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് അടിമാലിക്ക് പോകണം. അപ്പോൾ കുറേ നാളിന് ശേഷം ബസ്സിനൊന്ന് പോകണം. അപ്പോൾ ബസ് യാത്ര നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. സംഭവം എന്താണെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആളല്ല. അവിടെ ചെന്ന് ഒന്ന് സെറ്റായാൽ മതിയായിരുന്നു. കാരണം രണ്ടും കൽപ്പിച്ചാൽ പോകണത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ആ സാധനം ടൂള് അവിടെ ചെന്ന് ഇതിൽ കയറ്റി അത് ഇറക്കി അത് ഊരിയ മാത്രമേ ഈ സാധനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കെല്ലാം പോവാം. ഓക്കെ, എല്ലാവരും എൻ്റെ ഒപ്പം പോകണം. ഒരു ബസ് യാത്ര നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട്സ്. പോസ്റ്റാണ് ഇടുക്കിക്കുള്ള ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അടിമാലി എത്തിയിട്ടാവും വണ്ടിയുടെ സംഭവം കൊടുത്തിട്ട് അവിടെ പയ്യ ഇറക്കണം. അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓട്ടണം വണ്ടി, അല്ലെങ്കിൽ അടിമാലി എത്തണം. ഇതാണ് സാധനം നമ്മൾ വലയിലാക്കിയത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ അലോയ്സ് ഉള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോക്സ് കൊണ്ടുപോകാൻ മറക്കരുത്. കാരണം എവിടെ വെച്ചാണ് പണിയിട്ടെന്ന് പറയാൻ പറ്റില്ല. ഇതിനില്ലെങ്കിൽ നമുക്കൊരു പരിപാടി നടക്കില്ല. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ടയർ ഊരാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അറിയാമല്ലോ, ഇത് ടയർ ഊരിയാൽ മാത്രമേ അലോയ്സ് ഊരിയാൽ മാത്രമേ നമുക്ക് ആ ബെയറിങ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ വള്ളി കിട്ടിയോണ്ടാണ് ഇപ്പം പോകാൻ കാരണം. അടിമാലി വന്നപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ നെക്സോൺ ഒരു സീൻ കിട്ടിയപ്പോൾ ഞാനിവിടെ ഗ്യാരേജ് ഫുൾ ഞാൻ പേരൊന്നും പറയാനുള്ള വർക്ക്ഷോപ്പിൻ്റെ ഭയങ്കര വലിയ വർക്ക്ഷോപ്പ്, സെറാമിക് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ വണ്ടി കയറ്റിയപ്പോൾ ഇവർ നമ്മളെ നോക്കണം കൂടി ഇല്ല. ഭയങ്കര ജാട, ഭയങ്കര ഷോ, എന്താണ്ട് ഇവർ ഭയങ്കര എന്താണ് റാലി ആ മൂടൊക്കെ കാണിക്കണം നമ്മുടെ അടുത്ത്. നമ്മൾ എറണാകുളത്തിനാണ് പിള്ളേർക്കൊന്നും അറിയാത്തതൊന്നുമല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഇവന്മാർ നോക്കണത് എന്താ സംഭവം. അപ്പോൾ തന്നെ നമ്മുടെ പകുതി സമയം പോയി. എന്തെങ്കിലും ആയിക്കോട്ടെ, അതെന്താണെന്ന് ഇവന്മാർക്ക് മനസ്സിലാവണമില്ല എന്ത് പറ്റിയെന്ന് വേണ്ടിയൊരു സംഭവം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവിടെ മനു എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ആ വർക്ക്ഷോപ്പിന് ഇപ്പോൾ ഞാൻ കാണിക്കണത്. പക്ഷേ അത് ചെറിയ വർക്ക്ഷോപ്പ്, നമ്മൾ കയറുമ്പോൾ തന്നെ ഇടുക്കി സ്പൈസ് എന്ന് പറഞ്ഞതിൻ്റെ സൈഡിലാണ് ഈ വർക്ക്ഷോപ്പ് ഉള്ളത്. കിടിലൻ ചേട്ടൻ, കിടിലൻ വർക്ക്. ഈ ചേട്ടൻ അപ്പം തന്നെ നോക്കിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, സംഭവം കണ്ടോ പറയുന്നത്. അങ്ങനെ ഇവിടെ വണ്ടി കയറ്റാൻ കാരണം അവിടെ നിന്ന് അപ്പം തന്നെ വണ്ടി എടുത്തേ. ഈ ഗരാജിനോട് വണ്ടി അപ്പം തന്നെ ഞാൻ നമ്മുടെ നെക്സോൺ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് കയറ്റി ഇവിടെ പടപടയ്ക്ക് ടയർ ഊരാൻ പറ്റിയില്ല. കാരണം ടൂൾസിൻ്റെ സാധനം മിസ്സായതുകൊണ്ട് ആ ഒരു സീൻ ഇവിടെ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് എറണാകുളത്ത് പോയിട്ട് ബെയറിങ് ഇവിടെ കിട്ടി. പക്ഷേ നമുക്ക് ചേസ് നമ്പർ നോക്കിയിട്ട് വേണം ബെയറിങ് എടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഡൗട്ടായിരുന്നു, ഇനി അവിടെ പോയിട്ട് ഇനി ഇവിടെ ബെയറിങ് കിട്ടിയില്ലെങ്കിലോ. പക്ഷെ അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ ആ സെയിം ബെയറിങ് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. പക്ഷേ ഈ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ എന്തുണ്ടെങ്കിലും അടിമാലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വർക്ക്ഷോപ്പ് സമീപിച്ചാൽ വർക്ക്ഷോപ്പിനെ കാണിച്ചു തരാം. നമ്മുടെ അടിമാലി കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. കിട്ടുള്ള വർക്ക്ഷോപ്പാണ്.
വിശ്വസിച്ച് വണ്ടി ഞാൻ 3 ദിവസം വണ്ടിയുടെ കിടക്കണം, വിശ്വസിച്ചിട്ടുണ്ട് പോവാം. പുള്ളി അടിപൊളി മെമ്പറും ഉണ്ട്, മനുവിനെ പുള്ളിയുടെ പേര്. നമ്മൾ ഇടുക്കിയിലെത്തി, അടിമാലി. ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു, വണ്ടി ഇരിക്കുന്ന സമയത്തും വെയിലായിരുന്നു. പക്ഷെ ഇന്ന് ക്ലൈമറ്റ് കലക്കൻ ക്ലൈമറ്റാണ്, നല്ല മഴ. പിന്നെ ഈ വണ്ടി വരുമ്പോഴത്തെ എനിക്ക് മനസ്സിലായി നല്ലൊരു മൂടലൊക്കെ ആയിരുന്നു. നമുക്ക് എനിക്ക് തോന്നി കോടയൊന്നുമില്ല, പക്ഷെ നല്ലൊരു റെയിൻ ആ മൂടായിരുന്നു. വല്ല വീട്ടിൽ വരാം, അത് നമുക്ക് ട്രിപ്പായിട്ടൊന്നൊക്കെ അല്ല, നമ്മളെ പയ്യങ്ങളൊക്കെ വേണം. ഒരു സാധനം കിട്ടിയിട്ടില്ല, ലേറ്റ് പോയിട്ടുള്ളൂ ചെയ്യാനായിട്ട്. ഇതിട്ടിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകും. ഏത് വഴിയൊന്നും പോകുന്ന പ്ലാൻറ്റൊന്നുമല്ല, ആ സമയത്ത് എന്ത് മൂടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പോകുന്നതൊക്കെ ഇടുക്കിയിലേക്ക്. ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. എനിക്കറിയാൻ പാടില്ല, ഇപ്പം ഇന്ന് ക്ലൈമറ്റ് അടിപൊളിയാണ്, നാളെ അറിയാൻ പാടില്ല എങ്ങനെയാണ്. അതായത് ഇന്ന് വന്നത് വന്നോ പുള്ളി ക്ലൈമറ്റ് മഴ ലാസ്റ്റ് ക്ലൈമറ്റ്. നല്ല കോടയാണ്, അത്യാവശ്യം മഴയുണ്ട്, ഇതിലെ ക്ലൈമറ്റ്. പക്ഷെ വണ്ടി നല്ല ബ്ലോക്ക് ഉണ്ട്. എന്താ ബ്ലോക്ക് എന്ന് അറിയാൻ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും വരുമ്പോഴൊക്കെ സൂക്ഷിച്ചൊക്കെ വാട്ടാം, കാരണം അത്യാവശ്യം റോഡ് സീനായിട്ടിരിക്കണതാണ്. ഇവിടെ പണിതിട്ടിരിക്കണമല്ലോ, ബ്ലോക്കാണെന്ന് എനിക്ക് മനസ്സിലാവും. സമയം ഇപ്പോൾ 6:14 ആയിട്ടുള്ളൂ. നല്ല കോടയുണ്ട്, എല്ലാം കോട, രക്ഷയില്ല. തണുപ്പൊന്നുമില്ല, പക്ഷെ കോട ഭയങ്കരമായിട്ടുണ്ട്. അവിടെ തൊട്ടേ ഉണ്ട് കോട. ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. സോ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ നെക്സോൺ കിട്ടി. നല്ല ചേട്ടനായിരുന്നു കേട്ടോ, മനു എന്ന് പറഞ്ഞ പുള്ളി ഞാൻ കാണിക്കാൻ പറ്റിയില്ല. നല്ലൊരു വ്യക്തിയായിരുന്നു, കാരണം പുള്ളി എറണാകുളത്തേക്ക് പോരാ ഭയങ്കര കമ്പനി ആയി. പേഴ്സണലായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി. പുള്ളിയാണ് ശരിക്കും നമുക്ക് ഇറക്കി തന്നത് വണ്ടി. ഇച്ചിരി 2 ദിവസം നമുക്ക് ടെൻഷൻ അടിച്ചെങ്കിലും വണ്ടി സ്മൂത്തായി. നമ്മൾ തിരിച്ച് റിട്ടേൺ എറണാകുളം പോയിക്കൊണ്ടിരിക്കും. നമ്മൾ മാമലാണ്ടം പിടിക്കാന്ന് വെച്ചിട്ട് രാത്രി നേരം വൈകി, ദിവസം മഴയും അടിക്കണ്ട്. അപ്പോൾ 6 കൂട്ടിപ്പോൾ പിടിച്ചാൽ ഞാനുള്ള ചാൻസ് ഉണ്ട്. പുള്ളി പറഞ്ഞപ്പോൾ ഇപ്പോൾ കയറണ്ടാവും, പോകണ്ടെന്ന് പറഞ്ഞു. നമ്മൾ വേറെ ദിവസം പിടിക്കാന്ന് വെച്ചു. നമുക്കിന്ന് തിരിച്ച് വീട്ടിലെത്താം. എങ്ങനെയെങ്കിലും നമ്മുടെ കൊച്ചി കാണണം, എറണാകുളം കാണണം. ഇത്ര പെട്ടെന്ന് ഇത്ര നേരം വൈകി, അപ്പോൾ പിടിച്ചെന്ന് കാണാം. എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്ന് മറക്കണ്ട. ഷോപ്പ് റൂട്ട്സ്, നിങ്ങളുടെ സപ്പോർട്ട് എന്നും വേണം. താങ്ക് യു ഓൾ, ലവ് യു.